ശ്രദ്ധിക്കുക. 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 20 ആക്ടിവിറ്റി 1 ആണ്. അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫൈറ്റ് ഓഫ് ഈച്ച് അതർ. നമ്മളെ മങ്കൂസിൻ്റെയും അതുപോലെ തന്നെ ആ സ്നേക്കിൻ്റെയും ഫൈറ്റിനെ ഡിസ്ക്രൈബ് എഴുതാൻ വേണ്ടിയാണ് ഇതിൽ ഓരോന്നിനും പറഞ്ഞിരിക്കുന്നത്. ആദ്യം സ്നേക്കിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സ്നേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൂവ്ഡ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ നീങ്ങുക. രണ്ടാമതാണ് സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, വളരെ, അതും ഏകദേശം അതേ മീനിങ് തന്നെയാണ് വരുന്നത്, സ്ട്രക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അടുത്തെന്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടത്? ഫോക്ക്ഡ് ടങ് ഡാറ്റഡ് ഇൻ ആൻഡ് ഔട്ട്. ഫോക്ക്ഡ് ടങ് ഡാറ്റഡ് ഇൻ ആൻഡ് ഔട്ട്, ആ രണ്ട് ഭാഗത്തേക്ക് വിരിഞ്ഞിരിക്കുന്ന നാവ് പുറത്തേക്കും അകത്തേക്കും എടുക്കുക. പിന്നെന്താണ്? സ്റ്റുഡ് സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. സ്റ്റുഡ് സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ പത്തി വിടർത്തി ആടുക. മൂന്നാമത്തേത് ഹൂഡ് കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി. ഹൂഡ് കെയിം ഡൗൺ സ്വിഫ്റ്റ്ലി, ഹൂഡ് അതിൻ്റെ പത്തി പെട്ടെന്ന് വളരെ വേഗത്തിൽ താഴേക്ക് കൊത്തുക. അടുത്തെന്താണ്? സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, വളരെ ശക്തിയോടെ ആഞ്ഞ് സ്ട്രക്ക് ചെയ്യുക, കൊത്തുക. പിന്നെന്താണ്? റിത്തഡ് ആൻഡ് ലാസ്റ്റ് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. റിത്തഡ് ആൻഡ് ലാസ്റ്റ് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, ഫ്രൈറ്റനിങ് മാനർ, ഭയപ്പെടുത്തിക്കൊണ്ട് അതെന്ത് ചെയ്യുക, വളരെ വേഗത്തിൽ ചാടുന്നതിനാണെന്ന് പറയുന്നത് റിത്തഡ് ആൻഡ് ലാസ്റ്റ് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മൂവ്ഡ് സ്വിഫ്റ്റ്ലി, സ്ട്രക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ഫോർക്ക്ഡ് ടങ് ഡാറ്റഡ് ഇൻ ആൻഡ് ഔട്ട്, സ്റ്റുഡ് swaying slowly from side to side, hood came down swiftly, struck with a great force, writhed and lashed in a lightning manner. ഇനി മങ്കൂസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മങ്കൂസ് കണ്ടില്ലേ? മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്. മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ മാറി നിൽക്കുക. ഡാറ്റഡ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ ചാടുക, വളരെ വേഗത്തിൽ ചാടുക. മൂവ്ഡ് ടുവേഡ്സ് ക്വിക്ക്ലി, വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുക. ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, ഒരു ഭാഗത്തേക്ക് ചാടുക. ഡാറ്റഡ് ഇൻ എ സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, പാമ്പിനെ പോലെ തന്നെ വളരെ വേഗത്തിൽ ചാടുക. വാക്ക്ഡ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഹങ് ഗ്രിംലി ഓൺ സ്നേക്ക്, സ്നേക്കിൻ്റെ മുകളിൽ ചാടി പിടിച്ച് തൂങ്ങിക്കിടക്കുക. ഇതൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നോക്കാം? മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്, ഡാറ്റഡ് സ്വിഫ്റ്റ്ലി, മൂവ്ഡ് ഫോർവേഡ് ക്വിക്ക്ലി, ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, ഡാറ്റഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, വാക്ക്ഡ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, ഹങ് ഗ്രിംലി ഓൺ ദ സ്നേക്ക്. ഇതാണ് ആക്ടിവിറ്റി 1. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 2 വളരെ സിമ്പിളാണ്. റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ആക്ടിവിറ്റി 2ൽ പറഞ്ഞിരിക്കുന്നത് ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. ഒന്നാമത്തെ സെൻറ്റൻസ്, ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫോളിഷ് ഫോർ ട്രസ്റ്റിംഗ് ഹ്യൂമൻ. അല്ലേ? സിനോണിംസ് കണ്ടെത്താനാണ്. പര്യായ പദങ്ങൾ. പര്യായം നമുക്കറിയാം, വിപരീത പദമുണ്ട്, അതുപോലെ തന്നെ പര്യായമുണ്ട്. പര്യായ പദങ്ങളാണ്. അതിന് നേരെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം അൺറൂലി ആൻഡ് സില്ലി. കണ്ടില്ലേ? മേലെ കൊടുത്തിരിക്കുന്ന രണ്ട് വാക്കുകൾ നോക്കുക. ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്, വിഡ്ഢിത്തരം എന്നർത്ഥം വരുന്നതിന് സമാനമായ മറ്റുള്ള വാക്ക് എന്തൊക്കെയാണ്? രണ്ടാമത്തെ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് അൺറൂലി ആൻഡ് സില്ലി. അതേപോലെ സമാന വാക്കുകൾ വിപരീത പദം അല്ലെ, പര്യായ പദം, അതാണ് കണ്ടത്. ഇനി നോക്കാം. ബോത്ത് ദീസ് സെൻറ്റൻസസ് മീൻ ഓൾമോസ്റ്റ് ദ സെയിം. കണ്ടില്ല? രണ്ട് സെൻറ്റൻസും ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ എന്തായത്? വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഹാവ് ബീൻ റീപ്ലേസ്ഡ്. ഒന്നാമത്തെ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്ന, ചരിച്ചു കൊടുത്തിരിക്കുന്ന വാക്കുകളെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് വിത്ത് ദെയർ സിനോണിംസ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്. കണ്ടില്ലേ? അതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ പര്യായ പദം എന്ന് പറയുന്നത് വിപരീത പദം വിപരീത പദം ഓപ്പോസിറ്റ്, അതാണ് ഇവിടെ പര്യായ പദം സിനോണിംസ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. അതാണ് അൺറൂലി ആൻഡ് സില്ലി. ഹെഡ് സ്ട്രോങ് അതുപോലെ ഫൂൾസ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കാണ് അൺറൂലി ആൻഡ് സില്ലി. ഇനി
ഇതിനൊക്കെ ഒരേ അർത്ഥമാണ് വരുന്നത്. ഇനി നോക്കാം. റീറൈറ്റ് ദ പാസേജ് യൂസിങ് എ സിനോണിംസ് ഓഫ് ദ വേർഡ് അണ്ടർലൈൻ. താഴെ കൊടുത്തിരിക്കുന്ന അടിവരയിട്ട വാക്കുകളുടെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എന്താണ് അവിടെ ഓപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത്? അല്ല, സോറി, സിനോണിംസ് ആണ് എഴുതേണ്ടത്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ cheerful and greedy, gossiping rosy pastures and parrots and crows, squabbling with each other all the time during the fig season. The banyan tree was the noisiest place on the road. ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ. അതിൽ നമ്മൾ സിനോണിംസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം. Now read the following sentence. He had never tried taming it because a wild mongoose was more useful than domesticated one. What function do the underlined words perform in the sentence? അണ്ടർലൈൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ അണ്ടർലൈൻ വേർഡ്സ് അതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടെത്തേണ്ടിയിരിക്കും അല്ലേ. അതിൽ വരുന്ന എജക്റ്റീവാണ്, നാമവിശേഷണങ്ങൾ. ആഡ്വർബാണ് ക്രിയാവിശേഷണം. എജക്റ്റീവ് തന്നെ നാമവിശേഷണം. അതിലൊന്നാമത്തത് ഫൂളിഷ് എന്നുള്ള വാക്ക്. എന്താണ് ഫൂളിഷ് എന്നുള്ള വാക്ക്? എന്താണ് അത്? ഏത് കാറ്റഗറിയിൽപ്പെട്ടത്? എജക്റ്റീവാണല്ലേ. നമുക്കറിയാം എജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ഫൂളിഷ് ഡോങ്കി. ആ ഡോങ്കി എന്നതിനെ എന്ത് ചെയ്യുക? വിഡ്ഢിയാക്കുന്നതിന്, വിഡ്ഢിയായ ഡോങ്കി എന്ന് പറയുന്നതാണ് ഫൂളിഷ് ഉപയോഗിച്ചിരിക്കുന്നത്. എജക്റ്റീവ് എന്ന് പറയുന്നത് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് എജക്റ്റീവ്. അതിൻ്റെ സിനോണിംസ് അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഉണ്ടെന്ന് പറയുന്നത്. ആ കോളം നോക്കിയാൽ നിങ്ങൾക്കറിയാം. ആ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇല്ലേ. വേർഡ് ഫൂളിഷ്, കാറ്റഗറി അജക്റ്റീവ്, അതിൻ്റെ സിനോണിംസ് ഏതൊക്കെയാണ്? ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. സില്ലി, സ്റ്റുപ്പിഡ്, ഇഡിയോട്ടിക്, വിറ്റ്ലെസ്. അതിൻ്റെ ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ വൈസ്, ബുദ്ധിയുള്ള. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തത്, വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് സിനോണിംസ് വെച്ചൊരു വാക്കുണ്ടാക്കണം. അതോടൊപ്പം തന്നെ സെൻറ്റൻസ് യൂസിങ് ദ ആൻറ്റോണിം, അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ടും ഒരു വാക്കുണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻ ആക്ടിവിറ്റി വിത്ത് ദ വേർഡ് മേക്ക് മീനിങ്ഫുൾ വേർഡ്സ് ബൈ സഫിക്സിങ് ഓർ പ്രിഫിക്സിങ് ദ വേർഡ്. എക്സാമ്പിൾ ഫൂളിഷ്നെസ് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ടും 2 സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കാം. അതിലുള്ള അടുത്ത ഒരു വാക്ക് നമുക്ക് എടുക്കാം. എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്ന വാക്ക്? ഇപ്പോൾ നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഓരോന്നുള്ള സെൻറ്റൻസിലും ഉള്ള സിനോണിംസാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിൽ നമ്മൾ കാണുന്ന ഒരു വാക്കെടുക്കാം. നമ്മുടെ പാഠഭാഗത്തിൽ കാണുന്ന വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന വാക്കുകൾ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വാക്ക് ഞാൻ പറയാം. സ്മോൾ. എന്താണ് സ്മോൾ എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം. ബേർഡ്സ് ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് അല്ലേ. സ്മോൾ റെഡ് ഫിഗ്സ്. സ്മോൾ എന്താണ്? ഇനി നമുക്ക് അടുത്തത് വേർഡ് എന്താണ്? സ്മോൾ എന്ന് കൊടുക്കാം. കാറ്റഗറി എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ സിനോണിംസ് അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? സ്മോളിന് വരുന്നത് ലിറ്റിൽ, ടൈനി, മിനിയേച്ചർ. ഏതൊക്കെയാണ് സിനോണിംസ്? ലിറ്റിൽ, ടൈനി, മിനിയേച്ചർ. ഇത് സ്മോൾ എന്നർത്ഥം വരുന്ന, ചെറുത് എന്നർത്ഥം വരുന്ന വാക്ക്. ഇനി അതിൻ്റെ ആൻറ്റോണിംസ് അല്ലേ. സ്മോളിൻ്റെ ആൻറ്റോണിംസ് നമുക്കറിയാം, ഓപ്പോസിറ്റ് നമുക്കറിയാം. ഏതൊക്കെയാണ്? ബിഗ്, ലാർജ്, ഇനോർമസ്. ഏതൊക്കെയാണ്? ബിഗ്, ലാർജ്, ഇനോർമസ്. ഇനി സെൻറ്റൻസ് യൂസിങ് ദ വേർഡ്. ആ സെൻറ്റൻസ് വെച്ചിട്ട് വേർഡ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കണം. സ്മോൾ വെച്ചുണ്ടാക്കാം ആദ്യം, സിനോണിംസ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം? മൈ ഫ്രണ്ട് ലൈക്സ് സ്മോൾ കാർസ്. മൈ ഫ്രണ്ട് ലൈക്സ് സ്മോൾ കാർസ്. ഇനി സെൻറ്റൻസ് യൂസിങ് ദ ആൻറ്റോണിം, അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചൊരു വാക്കുണ്ടാക്കണം. നമ്മൾ ഏത് വാക്കാണ് ഉണ്ടാക്കുക? ദേ ലിവ് ഇൻ എ ബിഗ് ഹൗസ്. സ്മോളിൻ്റെ ഓപ്പോസിറ്റ് ബിഗ്. ദേ ലിവ് ഇൻ എ ബിഗ് ഹൗസ്. ഉണ്ടാകും. ദേ ലിവ് ഇൻ എ ബിഗ് ഹൗസ്. ഇനി ആൻ ആക്ടിവിറ്റി വിത്ത് ദ വേർഡ്. ആ വേർഡ് വെച്ചൊരു ആക്ടിവിറ്റി നമ്മൾ ഉണ്ടാക്കണം അല്ലേ. ആൻ ആക്ടിവിറ്റി വിത്ത് ദ വേർഡ്. ഒരു വേർഡ് ഉണ്ടാക്കുക. സ്മോൾ, അതുപോലെ തന്നെ സ്മോളിൻ്റെ
രണ്ട് വാക്കുകൾ നമ്മൾ സ്മോളർ, സ്മോൾനെസ്, അതാണ് രണ്ട് വാക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വാക്ക് എടുക്കാം, ഹ്യൂജ് എന്നുള്ള വാക്ക് നമുക്ക് ഇടുന്ന് കൊടുക്കാം. എന്താണ് ഹ്യൂജ് എന്നത്? ഹ്യൂജ് എന്നർത്ഥം വരുന്നത്, അല്ലെങ്കിൽ ഹ്യൂജ് എന്ന് നമ്മൾ പാഠഭാഗത്തിൽ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂജ് എന്നുള്ള വാക്ക് HUG എന്നുള്ള വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഹ്യൂജിന് നമ്മൾ എന്താണ് പറയുന്നത്? അതിൻ്റെ കാറ്റഗറി എന്താണ്? എഡ്ജക്റ്റീവ്. അത് എഡ്ജക്റ്റീവാണ്. നാമവിശേഷണം മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാറ്റഗറി എഡ്ജക്റ്റീവ്. അതിൻ്റെ സിനോണിംസ് എന്താണ്? ഹ്യൂജിൻ്റെ സിനോണിംസ് അതേ അർത്ഥം വരുന്ന വാക്കുകൾ ബിഗ്, ലാർജ്, ജൈജാൻറ്റിക്, ഇമ്മൻസ്, കൊളോസൽ. സിനോണിംസാണ്. എഡ്ജക്റ്റീവ് ഹ്യൂജ് എന്നുള്ള വലുതാണ് അർത്ഥം. അതിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കുകളാണ് സിനോണിംസ്. അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ എഴുതാം? ബിഗ്, ലാർജ്, ജൈജാൻറ്റിക്, ഇമ്മൻസ്, കൊളോസൽ. ഇത്രയും വാക്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ സ്പെല്ലിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഡിക്ഷണറിയോ നോക്കി കണ്ടെത്തി എഴുതണം. അതിൻ്റെ ആൻറ്റോണിംസ് നമ്മൾ എഴുതണം. ബിഗിൻ്റെ ആൻറ്റോണിംസ് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ചെറുത്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലുത്, അതിൻ്റെ ആൻറ്റോണിംസ് ചെറുതായിരിക്കും. അപ്പോൾ എന്താ വരിക? സ്മോൾ, ടൈനി. ഇനി അത് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് സിനോണിംസ് വെച്ചിട്ട് വാക്കുണ്ടാക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് ഡ്യൂറിങ് സുനാമി ഹ്യൂജ് വേവ്സ് റീച്ച്ഡ് ദ സ്റ്റോർ. ഉണ്ടല്ലേ? ഡ്യൂറിങ് സുനാമി ഹ്യൂജ് വേവ്സ് റീച്ച്ഡ് ദ സ്റ്റോർ. അതിലുള്ള വാക്കാണിത്. ഹ്യൂജ് സെൻറ്റൻസ് വെച്ചുണ്ടാക്കി നമ്മൾ. പിന്നെ അതിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കണം? ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കും? There were small huts everywhere. അപ്പോൾ ഹ്യൂജിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ. there were small huts everywhere. എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് കാണാം? ചെറിയ വീടുകൾ കാണാം. ഇനി ആക്ടിവേറ്റ് ദ വേർഡ്. അതുപോലെ ഹ്യൂജിനെസ്, ഹ്യൂജ്ലി. ഹ്യൂജിൻ്റെ വാക്കിൻ്റെ നൗണാണ് ഹ്യൂജിനെസ്സും, അതുപോലെ തന്നെ എഡ്ജക്റ്റീവും എന്താണ്? ഹ്യൂജ്ലി. ഉണ്ടല്ലേ? നമ്മൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു വാക്കെടുക്കാം. വൈൽഡ് എന്നുള്ള വാക്കെടുക്കാം. വൈൽഡ്. അവിടെ നമ്മൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൈൽഡ് മംഗൂസ്. കണ്ടില്ലേ? വൈൽഡ് മംഗൂസ്. കാട്ടിൽ വളരുന്ന മംഗൂസിനാണ് നമ്മൾ വൈൽഡ് മംഗൂസ് എന്ന് പറയുന്നത്. അതിൽ ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസ് വേറെ ഉണ്ട്. നമ്മളായിട്ട് ഫെമിലിയർ ആയതാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. മറ്റേത് വൈൽഡാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുന്നത്? വൈൽഡ്. അതിൻ്റെ കാറ്റഗറി നമുക്ക് കൊടുക്കാം. കാറ്റഗറി എന്താണ്? എഡ്ജക്റ്റീവ്. ഇനി അതിൻ്റെ സിനോണിംസ്. വൈൽഡ് എന്ന് അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. അൺകൺട്രോൾഡ്, അൺറിസ്ട്രെയിൻഡ്, അൺറൂലി, സാവേജ്, പ്രിമിറ്റീവ്. ഇത്തരം വാക്കുകളൊക്കെ വൈൽഡ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കുകളാണ് സിനോണിംസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? അൺകൺട്രോൾഡ്, അൺറിസ്ട്രെയിൻഡ്, അതുപോലെ തന്നെ അൺറൂലി, അതുപോലെ സാവേജ്, പ്രിമിറ്റീവ്. ഇനി നമ്മൾ തീർച്ചയായും സിനോണിംസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് എഴുതണം? ആൻറ്റോണിംസ് എഴുതണം. അല്ലെ? ആൻറ്റോണിംസ് എന്തൊക്കെയാണ്? ഹീഡ്ലെസ്, ഹെഡ്സ്ട്രോങ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹീഡ്ലെസ് ആൻഡ് ഹെഡ്സ്ട്രോങ്. ഇനി സെൻറ്റൻസ് യൂസിങ് ദ വേർഡ്. അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ഏത് വെച്ചിട്ട്? സിനോണിംസ് വെച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കും? ഒരു വാക്ക്. ബി കോഷ്യസ് വെൻ ഹാൻഡ്ലിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ബി കോഷ്യസ് വെൻ ഹാൻഡ്ലിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇനി സെൻറ്റൻസ് യൂസിങ് ദ ആൻറ്റോണിം. എതിർവാക്ക് വെച്ചിട്ട് വാക്കുണ്ടാക്കാൻ നമ്മളെങ്ങനെ ഉണ്ടാക്കും? ദ ഡ്രൈവർ വാസ് പണിഷ്ഡ് ഫോർ ഹീസ് ഹീഡ്ലെസ് ഡ്രൈവിംഗ്. ദ ഡ്രൈവർ വാസ് പണിഷ്ഡ് ഫോർ ഹീസ് ഹീഡ്ലെസ് ഡ്രൈവിംഗ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി, കോഷ്യസിൻ്റെ ആക്ടിവിറ്റി. കോഷ്യസ്ലി, ഇൻകോഷ്യസ്. an activity with the word cautiously, incautious, over cautious, cautiousness. അതൊക്കെ അതിൽ വരുന്ന ആക്ടിവിറ്റി വാക്കുകളാണ്. അതൊക്കെയാണ് കോഷ്യസ്ലി, ഇൻകോഷ്യസ്, ഓവർ കോഷ്യസ്, കോഷ്യസ്നെസ്. ഇത്രയും വാക്കുകൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് ആക്ടിവിറ്റി 1ഉം അതേപോലെ തന്നെ ആക്ടിവിറ്റി 2ഉം നമ്മൾ പഠിച്ചിരിക്കുന്നത് സിനോണിംസാണ്. സിനോണിംസ് നേരത്തെ പറഞ്ഞു. പര്യായപദം നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾക്കാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ആ വാക്കുകളുടെ ഓപ്പോസിറ്റുകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ എടുത്തിരിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അവിടെയും ഇവിടെ ആയിട്ടുള്ള വാക്കുകളാണ്. അതുപോലെ ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ
കുറേ വാക്കുകൾ നമുക്ക് കാണാനുണ്ട്. ആ വാക്കുകൾ കണ്ടെത്തി, എജക്റ്റീവ് വാക്കുകൾ കണ്ടെത്തി ഇതേപോലെ തന്നെ അതിൻ്റെ വേർഡ് ഏതാണെന്ന് കൊടുക്കുക. രണ്ടാമത് അതിൻ്റെ കാറ്റഗറി കൊടുക്കുക. മൂന്നാമത് അതേ സിനോണിംസ് കൊടുക്കുക. നാലാമത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റോണിംസ് കൊടുക്കുക. പിന്നെ അത് വെച്ചിട്ട് സെൻറ്റൻസ് യൂസ് ചെയ്യുന്ന വേർഡ് സിനോണിംസ് വെച്ച് ഒരു സെൻറ്റൻസ്, ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കുക. അത് പിന്നെ ഓപ്പോസിറ്റ് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. പിന്നെ അത് സെൻറ്റൻസ് ഉണ്ടാക്കുക. പിന്നെ ആക്ടിവിറ്റി ദ വേർഡ് കൊണ്ടുള്ള ആക്ടിവിറ്റീസ്. നേരത്തെ പറഞ്ഞതുപോലെ ഫൂളിഷ്ന് നമ്മൾ പറയുന്ന വാക്കുകൾ ഫൂളിഷ്നെസ്, അത് പ്രിഫിക്സും സഫിക്സും വെച്ചിട്ടാണ്. എന്താണ് പ്രിഫിക്സും സഫിക്സും? നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മുമ്പിലും പിന്നിലും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ ആക്ടിവിറ്റി വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ടൊന്ന് കേൾക്കുക. കേട്ടിട്ടാണ് ഈ ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2ഉം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ആക്ടിവിറ്റി 3യും കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി 3യും കൂടി എടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കൃത്യമായി നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് മാറ്റുക. നോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.